അതിലൊരാൾ ചോദിച്ചു. ഇല്ല, ഒരിക്കലും അതിൽ നീതിയില്ല. ഉയർന്ന വംശത്തിന്റെ അസഹിഷ്ണുത മാത്രമാണതിൽ. ഞാൻ വിശുദ്ധേതൻ നിങ്ങളെ ഒരിക്കലും അടിച്ചമർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ ജനങ്ങളെ ബലി കൊടുക്കുന്നത് അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കാം, പക്ഷേ അത് നിന്റെ രക്തം വീണതിന് ശേഷം മാത്രം. ഒരാൾ അവന് നേരെ ഓടിച്ചെന്നതും ഇമ്മാനുവൽ അവന്റെ കാലിൽ പിടിച്ച് നിലത്തേക്കടിച്ച് നേരെ നിന്ന് മറ്റുള്ളവരെ നോക്കി. എന്റെ ദൈവം ഒരിക്കലും അക്രമത്തിന്റെ പാത പറഞ്ഞു തന്നിട്ടില്ല. എന്റെ ജനങ്ങൾ എന്നെ കാണുന്നത് അവരുടെ ദൈവത്തിന്റെ പ്രതിപുരുഷനായാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അക്രമത്തിന്റെ പാത വെടിഞ്ഞ് സമാധാനത്തിൽ സംസാരിച്ചത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ വിശുദ്ധ ഏതൻ എന്ന പദവി ഞാൻ മാറ്റിവെക്കുന്നു. വരൂ സാത്താന്റെ സന്തതികളെ, എന്റെ ഒരു തുള്ളി രക്തം ഈ ജെറുസലേം മണ്ണിൽ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്യേ. ഇമ്മാനുവൽ അവരെ വെല്ലുവിളിച്ചു. നിങ്ങളുടെ മരണത്തിന്റെയും മോക്ഷത്തിന്റെയും സമയം എത്തിയിരിക്കുന്നു. ഇമ്മാനുവൽ! എസ്തേർ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. അവൾ ചുറ്റും നോക്കിയപ്പോഴാണ് താൻ സ്വപ്നം കണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ വിരലിലെ മോതിരത്തിൽ ചുംബിച്ച് ബെഡിൽ കിടന്നു. ദൈവമേ, എന്റെ ഇമ്മാനുവലിന് കാവലായിരിക്കണമേ, അവൾ പ്രാർത്ഥിച്ചു. ഇരുണ്ട ഭൂമിയിൽ നിന്ന് വന്ന പടയാളികളിലെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയ ശേഷം ഇമ്മാനുവൽ ഒരു തുണിയെടുത്ത് തന്റെ കയ്യിലെ രക്തം തുടച്ചു കളഞ്ഞു. ദൈവം നിങ്ങളുടെ ആത്മാക്കൾക്ക് നല്ല വഴി കാണിക്കട്ടെ, അവൻ പ്രാർത്ഥിച്ചു. കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർത്ത് ഇമ്മാനുവൽ തിരിച്ചെത്തിയ നാളിൽ തന്നെയാണ് പടയാളികൾ കൊല്ലപ്പെട്ട കാര്യം എസ്തേർ അറിഞ്ഞത്. ഇത്രയും അഭ്യാസികളായ നമ്മുടെ പടയാളികളെയെല്ലാം ഒറ്റയ്ക്ക് കൊല്ലുവാൻ ശക്തിയുള്ള ആളാണോ വിശുദ്ധ ഏതൻ? കാത്തി വിശ്വാസം വരാതെ ചോദിച്ചു. ഏതൻ കുടുംബം നമ്മുടെ ശത്രുക്കളാണ് കാത്തി, നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടവർ. എന്നിട്ട് ഈ ലോകത്തിന്റെ നിറങ്ങളെല്ലാം സ്വന്തമാക്കിയവർ. അവർ നമ്മുടെ ബദ്ധശത്രുക്കളാണ്. എന്നെങ്കിലും വിശുദ്ധ ഏതന്റെ രക്തം എസ്തേറിന് സ്വന്തമായിരിക്കും, അവൾ അവളുടെ ഉള്ളം കൈയിലേക്ക് നോക്കി പറഞ്ഞു. എസ്തേർ! ഇമ്മാനുവൽ എസ്തേറിനെ വിളിച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഹെബ്രോൻ കുന്നിന്റെ അടിവാരത്തിൽ മരച്ചുവട്ടിലിരിക്കുകയായിരുന്നു അവർ. എന്താ ഇമ്മാനുവൽ? ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമമാകുമോ? എന്താ വിഷമിക്കാനുള്ള കാര്യം? എസ്തേറിന് പരിഭ്രമമായി. എസ്തേർ, ഞാൻ കുറച്ച് മാസത്തേക്ക് നമ്മുടെ രാജ്യത്തിൽ നിന്ന് പോവുകയാണ്. എവിടേക്ക്? അവൾ ചോദിച്ചു. ഇന്ത്യയിലേക്ക്, കച്ചവടത്തിന്റെ ആവശ്യത്തിനായി. ഇല്ല, ഞാൻ വിടില്ല. എനിക്ക് ഇമ്മാനുവലിനെ കാണാതിരിക്കാനാകില്ല, അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പോകണ്ട ഇമ്മാനുവൽ. പോകാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ പോകണം. ഞാൻ പോകുന്നത് നമുക്ക് വേണ്ടിയാ. അവിടെ പോയി നമ്മുടെ കച്ചവടം നന്നായാൽ നമ്മൾ ഒരുമിച്ച് പോകും ഇന്ത്യയിലേക്ക്. ബാക്കി ജീവിതം നമുക്കവിടെ. അതെന്താ, ഈ മണ്ണിൽ നമുക്ക് ജീവിച്ചുകൂടെ? ഇതല്ലേ നമ്മുടെ മണ്ണ്. അല്ലെങ്കിൽ വേണ്ട, ഇമ്മാനുവൽ പറയുന്ന പോലെ ഇമ്മാനുവലിന്റെ ഒപ്പം ഈ ലോകത്തിന്റെ ഏത് കോണിലും ഞാൻ വരും. പക്ഷേ ഇപ്പൊ പോകുന്നത് പോയേ പറ്റൂ എസ്തേർ. അവിടെ നമുക്കായി ഒരു സ്വർഗം പണിത് ഞാൻ തിരികെ വരും. എന്റെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരിയെ കൊണ്ടുപോകാൻ. സർവ്വതും ഈ മണ്ണിൽ ഉപേക്ഷിച്ച് നമ്മൾ മാത്രമായി പോകുന്നു. ഞാൻ പോയാൽ എന്നെ മറക്കുമോ? ഇമ്മാനുവൽ, എന്താ ഈ ചോദിക്കുന്നത്? ഞാൻ താങ്കളെ മറക്കുമെന്നോ? എങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ കഴിയുന്നു? എന്റെ ഹൃദയം പറിച്ച് ഞാൻ ഈ കൈകളിൽ വെക്കാം. എസ്തേർ ഈ ലോകത്ത് ഒന്നിനെയും ആരെയും എന്നെ പോലും ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല ഇമ്മാനുവൽ. ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് പോലും താങ്കളുടേതാണ് ഇമ്മാനുവൽ. ഇനിയും ജന്മങ്ങൾ ഞാൻ പിറക്കും താങ്കൾക്ക് വേണ്ടി. എസ്തേർ, എന്നെ മറക്കുമോ? അവൾ ചോദിച്ചു. നിന്നെ മറക്കുകയെന്നാൽ അതെനിക്ക് മരണത്തേക്കാൾ ഭയാനകമാകും എസ്തേർ, അവൻ അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് താങ്കളെ പറഞ്ഞയക്കാനാകുന്നില്ല ഇമ്മാനുവൽ. ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇമ്മാനുവൽ. എന്നെക്കൊണ്ട് ചിന്തിക്കാൻ പോലും ആകുന്നില്ല താങ്കളെ കാത്തിരിക്കുക എന്നത്. എനിക്കും. പക്ഷേ നമുക്ക് വേണ്ടി എനിക്ക് പോകണം. പോയി ഞാൻ വരും. 2 ദിവസം കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് കപ്പൽ പോകുന്നുണ്ട്. അതിൽ ഞാൻ പോകും. പോയി വേഗം വരാൻ ഞാൻ ശ്രമിക്കാം. എല്ലാ ദിവസവും ഞാനിവിടെ വരും. ഈ മരുന്ന് ചെടികൾക്കിടയിൽ കാത്തിരിക്കും. എസ്തേർ കരഞ്ഞു. നിന്റെ കാത്തിരിപ്പിന് ഞാൻ വേഗം തന്നെ വിരാമം ഇടും എസ്തേർ. ഇമ്മാനുവൽ വേഗം വരും. നിന്നെ കാണാതെ അധികം മറ്റൊരു നാട്ടിൽ നിൽക്കാൻ എനിക്കാകില്ല. സൂക്ഷിച്ചു പോണം, എസ്തേർ പറഞ്ഞു.
ഇമ്മാനുവേൽ ഇസ്രായേലിൽ നിന്ന് 3000-ലധികം നോട്ടിക്കൽ മൈലുകൾക്കപ്പുറമുള്ള ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. ഇസ്രായേൽ കണ്ണിൽ നിന്ന് മായുന്നതുവരെ ഇമ്മാനുവേൽ നോക്കി നിന്നു. എന്തെന്നറിയാതെ ഇമ്മാനുവേലിന്റെ കണ്ണ് നിറഞ്ഞു. കപ്പലുകളിലെ രാവും പകലും ഇമ്മാനുവേലിന് അസഹ്യമായിരുന്നു. കപ്പലിൽ നിന്ന് ആഴക്കടൽ നോക്കിയവൻ നിന്നു. എസ്തേർ എന്തു ചെയ്യുകയായിരിക്കും? ദിവസങ്ങളെടുത്തു ഇന്ത്യയിലെത്താൻ. ഇമ്മാനുവേൽ ചെന്നിറങ്ങിയ ഇന്ത്യ. എങ്ങും സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ കൊടികൾ മാത്രം. ഇമ്മാനുവേലിന്റെ സുഹൃത്ത് ഫ്രാൻസിസ് അവനെ കാത്ത് പോർട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ആദ്യം പോയത് കേരളത്തിലേക്കായിരുന്നു. കേരളത്തിലെ ഒരു ഹിൽ ഏരിയയിലായിരുന്നു ഇമ്മാനുവേൽ താമസിച്ചിരുന്നത്. അവിടെ നിന്നും ഇമ്മാനുവേൽ തന്റെ കച്ചവടം ആരംഭിച്ചു. അവൻ അവിടെ ഒരു തേയില എസ്റ്റേറ്റ് വാങ്ങി. താമസിച്ചിരുന്ന വീട്, നിന്ന സ്ഥലം എല്ലാം വാങ്ങി. കച്ചവടത്തിന്റെ ആവശ്യങ്ങൾക്കായി ഇമ്മാനുവേൽ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു. വാങ്ങിയ സ്ഥലത്ത് തന്റെ പ്രിയപ്പെട്ടവൾക്കായി ഇമ്മാനുവേൽ ഏതൻ ബംഗ്ലാവ് പണിതു. സ്കൂളുകൾക്കപ്പുറം പഠനം നിന്നുപോയ കുട്ടികൾക്കായി കോളേജ് തുടങ്ങി. കൊൽക്കത്തയിൽ കുറച്ചു കാലം തങ്ങിയ ഇമ്മാനുവേൽ അനാഥ കുട്ടികൾക്കായി വിസ്ഡം ചാരിറ്റി ആരംഭിച്ചു. അപ്പോഴെല്ലാം എസ്തേർ അവന്റെ ഹൃദയത്തെ മുറിച്ചുകൊണ്ടിരുന്നു. ഈ കാലയളവിൽ ഇസ്രായേലിൽ എസ്തേർ എല്ലാ ദിവസവും മുടങ്ങാതെ ഹെബ്രോൻ കുന്നുകയറി താഴ്വരയിൽ മരുന്ന് ചെടികൾക്കിടയിൽ വന്ന് മണിക്കൂറോളം ഇരിക്കും. എസ്തേർ, ഞാൻ വന്നു എന്ന വാക്ക് കേൾക്കാനായി. ഇമ്മാനുവേലിനെ കുറിച്ച് ആലോചിച്ചും പ്രാർത്ഥിച്ചും എസ്തേർ ദിവസങ്ങൾ തള്ളിമാറ്റി. പക്ഷേ എസ്തേർ ദുസ്വപ്നങ്ങൾ കാണുന്ന ദിവസങ്ങളിലെല്ലാം ഇമ്മാനുവേലിന് വേണ്ടി ബലിയർപ്പിക്കുക സ്ഥിരമാക്കി. യഥാർത്ഥത്തിൽ അവൾ ഇരുണ്ട ഭൂമിയുടെ രാജകുമാരിയായി മാറിയിരുന്നു. എല്ലാവരും അവളെ ആരാധനയോടെ നോക്കി തുടങ്ങി. അവളെയും ആരാധിച്ചു തുടങ്ങി. തങ്ങളുടെ വംശത്തിന്റെ അടുത്ത രാജ്ഞി എസ്തേർ ആണെന്നവർ കരുതി. പക്ഷെ അവളുടെ ബലികൾ, പ്രാർത്ഥനകൾ എല്ലാം മറ്റൊരു രാജ്യത്തു പോയ തന്റെ ഇമ്മാനുവേലിന് വേണ്ടിയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങിയ സമയം. പതിവ് പോലെ എസ്തേർ ഇമ്മാനുവേലിന്റെ വരവും കാത്ത് ഹെബ്രോൻ കുന്നിന്റെ താഴ്വാരത്ത് വന്നിരുന്നു. ഇമ്മാനുവേൽ, താങ്കൾ പോയിട്ട് 4 മാസവും 25 ദിവസങ്ങളുമായിരിക്കുന്നു. 4 മാസമല്ല, 40 യുഗങ്ങൾ ഞാൻ കാത്തിരിക്കും. പക്ഷെ വരണം. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. സൂര്യൻ പതിയെ അസ്തമിക്കാനായി ഒരുങ്ങി. എസ്തേർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അന്നും ഇമ്മാനുവേൽ വരാത്തതിൽ എസ്തേറിന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ തുടച്ച് അവൾ കുന്നുകയറി പാതിയായപ്പോൾ നിന്നു. ഇമ്മാനുവേൽ? അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ നോക്കി ചിരിക്കുന്ന ഇമ്മാനുവേലിനെ കണ്ടു. ഇടയ്ക്ക് താൻ കാണാറുള്ള മായക്കാഴ്ചയാണോ അതെന്ന് അവൾ സംശയിച്ചു നിന്നു. ഞാൻ വന്നു എന്റെ രാജകുമാരി! ഇമ്മാനുവേൽ കൈകൾ നീട്ടി ഉറക്കെ പറഞ്ഞു. എസ്തേർ ചിരിച്ചുകൊണ്ട് ഓടി വന്ന് ഇമ്മാനുവേലിനെ കെട്ടിപ്പിടിച്ചു. ഇമ്മാനുവേലും അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. എസ്തേർ! ഇമ്മാനുവേൽ! അവൾ ഒന്നുകൂടെ മുറുകെ അവനെ കെട്ടിപ്പിടിച്ചു വിളിച്ചു. എപ്പോൾ വന്നു? അവൾ ചോദിച്ചു. വന്ന ഉടൻ ഇങ്ങോട്ട് ഓടി വന്നു. എനിക്കറിയാം നീ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന്. അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇനി പോകണ്ടല്ലോ? അവൾ പ്രതീക്ഷയോട് ചോദിച്ചു. 4 നാൾ കഴിഞ്ഞാൽ ഞാൻ പോകും. വേണ്ട ഇമ്മാനുവേൽ, എനിക്ക് സഹിക്കുന്നില്ല. പോകണം, പക്ഷെ ഒറ്റയ്ക്കല്ല, നിന്നെയും കൊണ്ട്. എൻ്റെ ഒപ്പം വരുമോ? നിന്നോട് പറഞ്ഞ പോലെ നമുക്കായുള്ള സ്വർഗം പണിതാണ് ഞാൻ വന്നിരിക്കുന്നത്. വരുമോ എൻ്റെ ഒപ്പം? ഇമ്മാനുവേൽ അവളെ നോക്കി. എസ്തേർ തിരിഞ്ഞു നിന്നു. ഒരു വശത്ത് എൻ്റെ ജനത്തിൻ്റെ രാജ്ഞിയാകാനുള്ള തയ്യാറെടുപ്പ്, ഒരു വശത്ത് എൻ്റെ ഇമ്മാനുവേൽ. അവൾ ഇമ്മാനുവേലിനെ നോക്കി. ഞാൻ വരാം. താങ്കളെക്കാൾ വലുതല്ല ഈ മണ്ണിൽ എനിക്കൊന്നും. ഞാൻ വരാം. അവൾ ചിരിച്ചു. തോബിയാസ്, മെലേക്ക്, നാളെ കഴിഞ്ഞാൽ ഞാൻ എസ്തേറിനെയും കൊണ്ട് ഇന്ത്യയിൽ പോവുകയാണ്. ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. പക്ഷേ എനിക്ക് പകരം നീ ഈ വീടിനെ കാവലാകണം. ഇത്രയും കാലം എനിക്ക് നിഴലായതിന് നന്ദിയുണ്ട് തോബിയാസ്. മെലേക്ക്, താങ്കൾ ഇനി തിരിച്ചു വരില്ലേ? വരരുതെന്നാണ് ആഗ്രഹം. എനിക്കെൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം തോബിയാസ്, എൻ്റെ എസ്തേറിനൊപ്പം. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ആരും ഇതറിയരുത്. ഞാൻ പോകുന്നത് കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് മാത്രമായാണ്. ഞാൻ ആരോടും പറയില്ല മെലേക്ക്. അങ്ങ് നന്നായി ജീവിക്കുന്നത് മാത്രം കണ്ടാൽ മതി എനിക്ക്. അത് കേട്ടപ്പോൾ ഇമ്മാനുവേൽ തോബിയാസിനെ കെട്ടിപ്പിടിച്ചു. നിന്റെ വംശം എന്നും ഏതൻ കുടുംബത്തോളം പേര് കേട്ടവരാകണം. അടിമയിൽ നിന്ന് എന്നെങ്കിലും നിങ്ങൾ മാറും തോബിയാസ്. ഏതൻ കുടുംബത്തിന് ഒരിക്കലും അടർത്തി മാറ്റാനാകാത്ത സ്ഥാനത്ത് നിങ്ങളുടെ വംശം എത്തും തോബിയാസ്. എസ്തേർ, കാത്തി അവളുടെ അടുത്തേക്ക് വന്നു. ഇവിടെ നിന്നെ രാജ്ഞിയാക്കാനുള്ള ആഘോഷങ്ങൾ തുടങ്ങുന്നു.
പക്ഷേ നീ നിന്റെ സ്വന്തം വംശത്തെ ചതിച്ചുകൊണ്ട് ഒരാൾക്കൊപ്പം പോകുന്നു. കാത്തി, നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? നിനക്കറിയില്ലേ ഞാൻ ഇമ്മാനുവലിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്? അദ്ദേഹത്തെ മറന്ന് എനിക്കൊരു ജീവിതമില്ലെന്ന്. എന്നിട്ടും നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എസ്തേർ, നീ എന്റെ രാജകുമാരിയാണ്. നിന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. പക്ഷേ നീ എന്നെ ഒരു കൂട്ടുകാരിയെ പോലെ കാണുന്നത് കൊണ്ട് പറയുകയാ, ഇത് നിന്റെ ലോകമാണ്, നിന്റെ വംശം, നിന്റെ ജനങ്ങൾ. പക്ഷേ അതെന്റെ ഇമ്മാനുവലാണ്. ഞാനില്ലെങ്കിൽ മറ്റൊരാൾ ഇവിടെ വംശത്തിന്റെ തലവനാകും. പക്ഷേ എനിക്കൊരു ഇമ്മാനുവലും ഇമ്മാനുവലിന് ഒരു എസ്തേറും മാത്രമേ ഉള്ളൂ. പകരം വയ്ക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകും. നീ സാത്താന്റെ അപ്രീതിക്ക് പാത്രമാകും. വേണ്ട കാത്തി, എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ പോകും. ആർക്കെന്നോട് അപ്രീതി തോന്നിയാലും ഞാൻ പോകും. നിന്റെ ഇഷ്ടം എസ്തേർ. ഒരു വിധത്തിൽ നിനക്കെങ്കിലും നീ ആഗ്രഹിക്കുന്ന നിറങ്ങളുടെ ലോകം സ്വന്തമായല്ലോ. നീ ആഗ്രഹിച്ച പോലെ നിന്നെ കൊണ്ടുപോകാൻ നിനക്കൊരു രാജകുമാരൻ വന്നു. കാത്തി ചിരിച്ചു. എസ്തേറും. നാളെ മുതൽ ഇമ്മാനുവലിനോടൊപ്പമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട എസ്തേറും നാളെ മുതൽ എസ്തേർ തൻ്റേതാകുമെന്ന സന്തോഷത്തിൽ ഇമ്മാനുവലും ഉറങ്ങാൻ കിടന്നു. എസ്തേർ, നീ പോകണം. നിന്റെ ദൈവം നിനക്കൊപ്പമുണ്ട്. ആ കറുത്ത രൂപം അവളോട് പറഞ്ഞു. പെട്ടെന്ന് എസ്തേർ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. ഞാൻ പോകും. എസ്തേർ ബെഡിൽ കിടന്നു. കാലത്ത് എല്ലാവരും പ്രാർത്ഥനയ്ക്കായി പോയ സമയത്ത് എസ്തേർ തന്റെ പ്രിയപ്പെട്ട വസ്തുക്കളുള്ള പെട്ടിയുമെടുത്ത് അവിടെ നിന്നും ഇറങ്ങി. കാത്തി അവൾക്ക് പിന്നാലെ പാതി വഴി വരെ വന്നു. കാത്തി. പെട്ടി താഴെ വെച്ച് അവൾ കാത്തിയെ കെട്ടിപ്പിടിച്ചു. ഞാൻ പോവുക. എന്നെ ചോദിക്കുന്നവരോടെല്ലാം ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ഒരാളോടൊപ്പം പോയി എന്ന് പറയണം. ഒപ്പം എസ്തേർ എന്നും എസ്തേർ തന്നെ ആയിരിക്കുമെന്നും. അവൾ പെട്ടിയെടുത്ത് ഹെബ്രോൻ കുന്ന് കയറി. താഴ്വാരത്ത് ഇമ്മാനുവൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പോകാം, അവൻ ചോദിച്ചു. വായോ. ഇമ്മാനുവൽ അവളുടെ കൈപിടിച്ച് കാറിന്റെ അടുത്തേക്ക് ചെന്നു. ഇരുണ്ട ഭൂമിയിലുള്ളവർ എല്ലാം അറിയുമ്പോഴേക്കും എസ്തേർ ഇമ്മാനുവലിനൊപ്പം കപ്പൽ കയറിയിരുന്നു. രാജകുമാരിയെ തിരികെ കൊണ്ടുവരാൻ ഉത്തരവിടൂ, അവിടെയുള്ളവർ പറഞ്ഞു. വേണ്ട, എസ്തേറിന്റെ അബ്ബ പറഞ്ഞു. എന്റെ മകള് പറഞ്ഞത് കേട്ടില്ലേ? എവിടെയായാലും എസ്തേർ എസ്തേർ തന്നെയാകുമെന്ന്. അതിന്റെ അർത്ഥം അവിടെ ചെന്നാലും അവൾ ഇരുണ്ട ഭൂമിയുടെ രാജകുമാരിയല്ല, രാജ്ഞി തന്നെയായിരിക്കും. അവൾ ചെന്നിടമെല്ലാം നമ്മുടെ ദൈവത്തിന്റെ ജനങ്ങളുമുണ്ടാകും. അവിടെയെല്ലാം അവൾ നമ്മുടെ വിശ്വാസത്തിന്റെ വിത്തുകൾ പാകും. അവൾ നമ്മുടെ രാജകുമാരിയാണ്, രാജ്ഞിയാണ്. അവളുടെ അബ്ബ ചിരിച്ചു. അന്നേ ഞാൻ പറഞ്ഞില്ലേ, അവൾ ഈ ലോകം മുഴുവൻ നമ്മുടെ വിശ്വാസം എത്തിക്കുമെന്ന്. വിശുദ്ധ ഏതൻ മരിക്കുക അവൾ കാരണമാകുമെന്ന്. അവന്റെ രക്തം അവളിൽ അലിഞ്ഞു ചേരുമെന്ന് എന്റെ ദൈവം എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് രാജകുടുംബത്തിൽ പൗർണമിക്ക് ജനിച്ച അവളെ അവളുടെ കണ്ണുകൾ മിഴിയുന്നതിന് മുന്നേ ഞാൻ തട്ടിക്കൊണ്ടുവന്നത്. പകരം നമ്മുടെ കുഞ്ഞിനെ അവിടെ കിടത്തിയത്. അയാൾ ഉറക്കെ ചിരിച്ചു. അവൾ എങ്ങനെയെങ്കിലും അവനെ കണ്ടുമുട്ടി കൊല്ലും, ഉറപ്പാണ്. അങ്ങനെ സാത്താന്റെ പ്രീതി കൂടും. നമ്മൾ അജയ്യരാകും. ആദ്യമായി കപ്പലിൽ കയറിയ ഭയത്തിലായിരുന്നു എസ്തേർ. അവൾ ഇമ്മാനുവലിന്റെ കൈ മുറുകെ പിടിച്ച് കടലിലേക്ക് നോക്കി നിന്നു. എസ്തേർ, സങ്കടമുണ്ടോ? ഉണ്ട്, പക്ഷേ അതിനേക്കാൾ ഏറെ സന്തോഷവും. അവൾ ചിരിച്ചു. ദിവസങ്ങൾക്ക് ശേഷമുള്ള യാത്ര ഇന്ത്യയുടെ തീരത്ത് നങ്കൂരമിട്ട് നിന്നു. എല്ലാവരാലും ചതിക്കപ്പെട്ട എസ്തേർ അറിഞ്ഞില്ല ആ മണ്ണിൽ തന്റെ ജീവിതം തന്റെ ജീവനായവന്റെ കൈകൊണ്ട് അവസാനിക്കാനുള്ളതാണെന്ന്. ഇമ്മാനുവലിനൊപ്പം എസ്തേർ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തി. ഇമ്മാനുവൽ അവൾക്ക് മുന്നിലായി ഏതൻ ഗാർഡന്റെ ഗേറ്റ് തുറന്നുകൊടുത്തു. എസ്തേർ അവനെ നോക്കി ചിരിച്ചു. അവൾ മതിലിൽ കൊത്തിയ പേര് വായിച്ചു. ഏതൻ ഗാർഡൻ. എസ്തേറിന്റെ മുഖം മാറി. ഇമ്മാനുവലും എസ്തേറും ജീവിതം തുടങ്ങിയത് അവിടെ നിന്നാണ്, ഏതൻ ഗാർഡനിൽ നിന്ന്. എസ്തേറിന് ഓരോ ദിവസവും തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഇമ്മാനുവലിന്റെ നെഞ്ചിന്റെ ചൂടിലായിരുന്നു. ഈ ലോകവും ഇരുണ്ട ഭൂമിയുമെല്ലാം അവൾ മറന്നിരുന്നു. അവളുടെ ലോകം ഇമ്മാനുവൽ എന്ന ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിയിരുന്നു. ഇമ്മാനുവൽ, എന്താ ഇവിടെ എന്നും മഞ്ഞ് പെയ്യുന്നത്? അത് നമ്മളിങ്ങനെ ചേർന്നിരിക്കാൻ. ഇമ്മാനുവൽ, ഈ ഏതൻ ഗാർഡനിൽ നമ്മൾ മാത്രം മതി. ഞാനും നീയും നമ്മുടെ സ്നേഹവും. ഇവിടുത്തെ ഓരോ പുൽനാമ്പും ഇമ്മാനുവലിൻ്റെയും എസ്തേറിൻ്റെയും പ്രണയത്തെക്കുറിച്ച് പറയണം. നമ്മൾ മരിച്ചാലും ഈ മണ്ണിൽ നമ്മൾ പുനർജനിക്കണം, വീണ്ടും ഒന്നിക്കണം.
പ്രണയിക്കണം, ഒരുമിച്ച് ജീവിക്കണം. ഈ ലോകം മുഴുവൻ നമ്മുടെ പ്രണയത്തിൽ അസൂയപ്പെടണം. ഇവിടെ വീഴുന്ന മഞ്ഞും പെയ്യുന്ന മഴയും വീശുന്ന കാറ്റും പൂക്കളും കിളികളും എല്ലാം നമുക്ക് വേണ്ടിയാകണം. ഏതൊരു പ്രണയം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഈ ഏതൻ ഗാർഡനിലാകണം. അവൾ അവനോട് ചേർന്നിരുന്ന് മഞ്ഞ് പെയ്യുന്നത് നോക്കി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. കച്ചവടത്തിന്റെ ആവശ്യങ്ങൾക്കായി ഇമ്മാനുവൽ എസ്തേറിനെ ബംഗ്ലാവിൽ ഒറ്റയ്ക്കാക്കി പോവുക സ്ഥിരമായി. എസ്തേർ, നിന്റെ ഇമ്മാനുവൽ കൊല്ലപ്പെടും. നീ എന്നെ മറന്നിരിക്കുന്നു. നിന്റെ ജനങ്ങളെ മറന്നിരിക്കുന്നു. പ്രാർത്ഥനകൾ മറന്നിരിക്കുന്നു. ബലി മറന്നിരിക്കുന്നു. നീ ഇപ്പോഴും ഇരുണ്ട ഭൂമിയിലെ രാജ്ഞിയാണ്. എനിക്ക് പ്രാർത്ഥനകൾ നടത്തൂ, ബലി തരൂ. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ ഇമ്മാനുവലിന്റെ ജീവൻ എടുക്കും. ആ കറുത്ത രൂപം അവൾക്ക് മുന്നിൽ നിന്ന് മാഞ്ഞുപോയി. പെട്ടെന്ന് എസ്തേർ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. ഇല്ല, എന്റെ ഇമ്മാനുവൽ. അവൾ ചുറ്റും നോക്കി. ഇമ്മാനുവൽ പോയിരിക്കുകയാണല്ലോ, എന്റെ ഇമ്മാനുവൽ. അവൾ ബെഡിൽ നിന്നെഴുന്നേറ്റ് തന്റെ പെട്ടി തുറന്ന് അതിൽ പൊതിഞ്ഞു വെച്ചിരുന്ന സാത്താന്റെ വേദപുസ്തകം എടുത്തു. അവൾ അതും കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. തിരിച്ചു വന്ന ഇമ്മാനുവലിനോട് തന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടക്കരുതെന്ന് എസ്തേർ പറഞ്ഞു. ഇമ്മാനുവൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഇമ്മാനുവലിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള യാത്രകൾ, സാത്താന്റെ സ്വപ്നങ്ങൾ എല്ലാം എസ്തേറിന്റെ മനസ്സിൽ ഭീതി കൂട്ടി. അവൾ പ്രാർത്ഥനകൾ തുടങ്ങി. പക്ഷേ അതൊന്നും തനിക്ക് വേണ്ടിയായിരുന്നില്ല. ബംഗ്ലാവിലെ ജോലിക്കാരുമെല്ലാം എസ്തേറിനൊപ്പം പ്രാർത്ഥനയ്ക്ക് കൂടി. ഇമ്മാനുവൽ ഓരോ യാത്ര കഴിഞ്ഞു വരുന്നതുവരെ എസ്തേർ പ്രാർത്ഥനയിൽ തന്നെയായിരിക്കും. തന്റെ പ്രാർത്ഥനയാണ് ഇമ്മാനുവലിന് കാവൽ നൽകുന്നതെന്ന് എസ്തേർ വിചാരിച്ചു. അതിനിടയിൽ എസ്തേറിന്റെ പ്രാർത്ഥനയിൽ കടന്നുവന്ന മറ്റൊരു കാര്യമായിരുന്നു ഒരു കുഞ്ഞ്. ഇനി എന്നാ ഇമ്മാനുവൽ വരിക? എസ്തേർ ചോദിച്ചു. 2-3 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ വരും എസ്തേർ. ഞാനും വരട്ടെ ഇമ്മാനുവൽ? വേണ്ട, കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഇപ്പോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എങ്ങും ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എത്രയായാലും ഇത് നമ്മുടെ മണ്ണല്ല, നമ്മൾ വന്നു കയറിയവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നില്ല. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എന്റെ പ്രാർത്ഥന എപ്പോഴും ഇമ്മാനുവലിനു വേണ്ടി മാത്രമാണ്. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ഇമ്മാനുവൽ കാറിൽ കയറി എസ്തേറിനെ നോക്കി കൈവീശി കാണിച്ചു. അവളും. ഇമ്മാനുവൽ പോയപ്പോൾ എസ്തേർ മുകളിലേക്ക് നോക്കി. എന്റെ ദൈവമേ, എന്റെ ഇമ്മാനുവലിന് എപ്പോഴും തുണയായിരിക്കണമേ. ഇമ്മാനുവൽ പോയി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇമ്മാനുവലിന് വന്ന കത്ത് എസ്തേറിനെ ഏൽപ്പിച്ച് പോസ്റ്റ്മാൻ പോയി. അവൾ അതിന്റെ പുറത്തെഴുതിയത് വായിച്ചു. ഏഥൻ ഫാമിലി. ഏഥൻ ഫാമിലി? അവൾ അത് പൊട്ടിച്ചു വായിച്ചു. ഇമ്മാനുവലിനോട് തിരിച്ചു വരുവാൻ പറഞ്ഞുകൊണ്ടുള്ള കത്തായിരുന്നു അത്. അപ്പോൾ എന്റെ ഇമ്മാനുവൽ ഏഥനായിരുന്നോ? അവൾ ഇമ്മാനുവലിന്റെ ഓഫീസ് മുറിയിലേക്ക് പോയി അവിടെയുള്ള പേപ്പറുകളെല്ലാം എടുത്തു നോക്കി. അതിലെല്ലാം അവൾ ഇമ്മാനുവൽ എന്ന പേരിനൊപ്പം ഏഥൻ എന്ന പേര് കണ്ടു. ഇമ്മാനുവൽ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? ഞാൻ ഏഥൻ കുടുംബത്തിന്റെ ശത്രുവല്ലേ? അല്ല, എന്റെ ഇമ്മാനുവൽ എന്നെ കൊല്ലില്ല. അദ്ദേഹത്തിന് അതിന് കഴിയില്ല. എന്റെ ഇമ്മാനുവൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാ ഏഥൻ എന്നോട് മറച്ചു വെച്ചത്? അപ്പോൾ ഞാൻ മറച്ചു വെച്ചല്ലോ ഞാൻ ഇരുണ്ട ഭൂമിയിലെ ആണെന്ന്. ഞാൻ ഇരുണ്ട ഭൂമിയിലെ ആണെന്നറിഞ്ഞാൽ ഇമ്മാനുവൽ എന്നെ ഉപേക്ഷിക്കുമോ? ഇല്ല, എന്റെ സ്നേഹം സത്യമാണ്. അത് അദ്ദേഹത്തിനും അറിയാം. ദൈവമേ, ഞങ്ങളെ പിരിക്കല്ലേ. എസ്തേർ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ ഇമ്മാനുവൽ എന്നെ വേണ്ടാന്ന് വെക്കില്ല. എന്നെ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം എന്നെ വേദനിപ്പിച്ചിട്ടില്ല. കൊല്ലാനാണെങ്കിൽ അതെന്നെ ആകാമായിരുന്നു. എസ്തേറിന്റെ മുഖത്ത് സമാധാനത്തിന്റെ ഒരു ചിരി വിടർന്നതിനൊപ്പം കണ്ണുകൾ അവളുടെ കാഴ്ച മറച്ചു. എസ്തേർ തലകറങ്ങി വീണു. ബംഗ്ലാവിലെ ജോലിക്കാർ ചെന്നറിയിച്ചതിനെ തുടർന്ന് ഡോക്ടർ വന്ന് എസ്തേറിനെ പരിശോധിച്ചു. എസ്തേർ ഗർഭിണിയായിരുന്നു. ഡോക്ടർ പോയപ്പോൾ അവൾ ഇമ്മാനുവലിന്റെ ഫോട്ടോ എടുത്ത് കൈപിടിച്ചു. ഇമ്മാനുവൽ, താങ്കൾ എന്ന് വരും? വന്നാൽ പറയാനൊരു സന്തോഷ വാർത്തയുണ്ട്. അതെനിക്ക് പെട്ടെന്ന് പറയണം ഇമ്മാനുവൽ. താങ്കൾ വേഗം വരൂ. ഇമ്മാനുവലിന്റെ ഫോട്ടോ കൈ പിടിച്ച് എസ്തേർ ഉറങ്ങി. രാത്രി ഏറെയായി. പുറത്ത് മഞ്ഞ് വീണുകൊണ്ടിരുന്നു. എസ്തേർ! അവൾ ഉറക്കത്തിൽ വിളികേട്ടു. നിന്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ കേട്ടു. അതെല്ലാം നടത്തി തന്നു. ഇനി നീ എനിക്ക് ഞാൻ പറയുന്നത് ബലി തരിക. ഒരു ജൂത പെൺകുട്ടിയെ എനിക്ക് ബലി തരിക. നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലായിരിക്കുന്നു. പക്ഷേ
ഈ ബലി നീ എനിക്ക് തന്നില്ലെങ്കിൽ നിന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ തിരികെ എടുക്കും. ഇമ്മാനുവലിനെയും നിന്റെ കുഞ്ഞിനെയും. നീ എനിക്ക് പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ് വിശുദ്ധ ഏഥനായിട്ടും ഇമ്മാനുവലിന്റെ രക്തം ഞാൻ ആവശ്യപ്പെടാത്തത്. ബലി നൽകാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇമ്മാനുവലിനെയും കുഞ്ഞിനെയും ഞാൻ തിരിച്ചെടുക്കും എസ്തേർ. ആ രൂപം മാഞ്ഞുപോയി. എസ്തേർ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. അവൾ തന്റെ വയറ്റിൽ കൈവച്ചു. ഞാൻ എന്തു ചെയ്യണം? എത്ര ആലോചിച്ചിട്ടും ഒന്നും അവൾക്ക് ഇമ്മാനുവലിനേക്കാൾ വലുതായി തോന്നിയില്ല. ബംഗ്ലാവിലെ തന്റെ അനുയായികളെ കൊണ്ട് അവൾ ബലി കൊടുക്കാനായി ഒരു ജൂത പെൺകുട്ടിയെ കണ്ടെത്തി. അവർ ആ കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നു. ഇതൊന്നും അറിയാതെ എസ്തേറിന് സർപ്രൈസ് കൊടുക്കുവാൻ വേണ്ടി അവളെ മുൻകൂട്ടി അറിയിക്കാതെ ഇമ്മാനുവൽ തിരികെ വരികയായിരുന്നു. പ്രാർത്ഥനകൾക്കായി എല്ലാം ഒരുങ്ങി. മുറിയിൽ സാത്താന്റെ അനുയായികളും എസ്തേറും പ്രാർത്ഥനയിലായിരുന്നു. അവൾക്ക് മുന്നിൽ ഒരു പീഠത്തിൽ ബലി കൊടുക്കാൻ കൊണ്ടുവന്ന പെൺകുട്ടിയെ കിടത്തിയിരുന്നു. പ്രാർത്ഥനകൾ തുടങ്ങി. ഇമ്മാനുവൽ ബംഗ്ലാവിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. എസ്തേർ മുറിയിൽ കാണുമെന്ന് കരുതി അവൻ കോണിപ്പടികൾ കയറി. എസ്തേറിന് വാങ്ങിയ സമ്മാനങ്ങളുമായി ചെന്നു. മുറിയിലേക്ക് ചെല്ലുന്നതിന് മുൻപ് എസ്തേറിന്റെ പ്രാർത്ഥന മുറിയിൽ നിന്നും ശബ്ദം കേട്ട് ഇമ്മാനുവൽ സമ്മാനങ്ങൾ കൊണ്ട് അവിടേക്ക് നടന്നു. അകത്തുനിന്ന് സാത്താന്റെ വേദവാക്കുകൾ അവൻ കേട്ടു. അവൻ വാതിൽ തുറന്നപ്പോൾ പീഠത്തിൽ കിടക്കുന്ന പെൺകുട്ടിക്ക് നേരെ വാളോങ്ങി നിൽക്കുന്ന എസ്തേറിനെയാണ് കണ്ടത്. എസ്തേർ! സമ്മാനങ്ങൾ നിലത്തിട്ട് അവൻ ഓടിവന്ന് അവളെ പിടിച്ചു. നീ എന്താ ഈ കാണിക്കുന്നത്? എന്നെ വിടൂ ഇമ്മാനുവൽ. എസ്തേർ, നീ എന്താണ് ഈ ചെയ്യുന്നത്? എസ്തേർ അല്ല, ഞാൻ ഇരുണ്ട ഭൂമിയുടെ രാജ്ഞിയാണ്. എനിക്ക് ഈ ബലി നൽകണം ഇമ്മാനുവൽ. മാറി നിൽക്കൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ കയ്യിൽ ഈ പെൺകുട്ടിയുടെ രക്തം പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. വരൂ എന്റെ കൂടെ. അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു. ഇല്ല, എന്നെ വിടൂ. അവൾ കുതറി മാറി. അവിടെയുള്ളവർ ഇമ്മാനുവലിനെ പിടിച്ചു മാറ്റുവാൻ ശ്രമിച്ചു. സാത്താന്റെ സന്തതികളെ! ഇമ്മാനുവൽ അവിടെ ഇരുന്ന വാളെടുത്ത് അവർക്ക് നേരെ നീട്ടി. എസ്തേർ, അരുത്! നീ ഈ പാപം ചെയ്യരുത്! അവൻ അവളുടെ കൈ പിടിച്ചു. എന്റെ നേരം പോകുന്നു ഇമ്മാനുവൽ! അവൾ അലറി. ഇവളെ എനിക്ക് ബലി കൊടുക്കാനായില്ലെങ്കിൽ ഏതനായ നിന്റെ വിശുദ്ധ രക്തം ഞാനിവിടെ ഒഴുക്കും. നീ ഏതനാണ്, ഞാൻ സാത്താനെ സേവിക്കുന്നവളും. നീ എന്റെ ശത്രുവാണ് ഏതൻ. എസ്തേർ, ഞാൻ നിന്റെ ഇമ്മാനുവലാണ്. എനിക്ക് ഈ ബലി നൽകണം ഇമ്മാനുവൽ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് താങ്കളെ നഷ്ടപ്പെടുത്താനാകില്ല. അതുകൊണ്ട് എന്നെ തടയരുത്. എനിക്ക് ഈ ബലി നൽകണം. അവൾ നോക്കിയപ്പോൾ അവിടെയുള്ളവർ വന്ന് ഇമ്മാനുവലിനെ പിടിച്ചു. ഇല്ല എസ്തേർ, ഇത് പാപമാണ്. എനിക്കിത് കണ്ടു നിൽക്കാനാകില്ല. ഒരു പാവത്തിന്റെ ജീവൻ പോകുന്നത് കണ്ടു നിൽക്കാൻ ഏതനാകില്ല. അവൻ അവരിൽ നിന്ന് കുതറിമാറാൻ ശ്രമിച്ചു. പിടിവലിക്കിടയിൽ ഇമ്മാനുവലിന്റെ കയ്യിലെ വാൾ നിലത്തു വീണു. ഇമ്മാനുവൽ കൈകളെത്തിച്ച് പീഠത്തിനടുത്തിരുന്ന കത്തിയെടുത്തു. വാൾ ഉയർത്തി ആ പെൺകുട്ടിയെ വെട്ടാനൊരുങ്ങിയതും ആർക്കോ നേരെ വീശിയ കത്തി അയാൾ ഒഴിഞ്ഞു മാറിയതും ആ കത്തി നേരെ കുത്തിയിറങ്ങിയത് എസ്തേറിന്റെ വയറ്റിലേക്കായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. എസ്തേർ! ഇമ്മാനുവൽ അവളെ പിടിച്ചു. എസ്തേർ, എസ്തേർ! അവൻ അവളെ ചേർത്ത് പിടിച്ചു. ദൈവമേ, ഞാൻ എന്റെ കൈകൊണ്ട്... ഇമ്മാനുവൽ കരഞ്ഞു. ഇമ്മാനുവൽ! അവൾ അവനെ നോക്കി ചിരിച്ചു. എന്റെ വംശം ഇല്ലാതെയാക്കാനാണ് ഓരോ വിശുദ്ധനും ജനിക്കുക എന്ന് എന്റെ അബ്ബ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണല്ലേ? എസ്തേർ! ഇമ്മാനുവൽ കരഞ്ഞു. കരയരുത്. നിങ്ങളുടെ കൈകൊണ്ടല്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ... അവളുടെ മുഖം മാറി. നിങ്ങളെ ഞാൻ വിടില്ല ഇമ്മാനുവൽ. എന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ ഞാൻ വരും. എന്റെ അനുയായികൾ താങ്കൾ കൊന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിനെ കൂടാ. താങ്കൾ ഏതനിലെ വിശുദ്ധ രക്തമാണെന്നറിഞ്ഞിട്ടും ഞാൻ കൊല്ലാതിരുന്നത് എനിക്ക് താങ്കളോടുള്ള പ്രണയം കൊണ്ടാ. പക്ഷേ ഇനി ഏതൻ കുടുംബത്തിലെ ഒരു വിശുദ്ധ രക്തവും ഭൂമി കാണില്ല. കാരണം എന്റെ പ്രണയത്തെ കൊന്നത് നിങ്ങളുടെ വിശുദ്ധ പദവിയാണ്. എസ്തേർ, എനിക്ക് നീയില്ലാതെ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. നമ്മുടെ കുഞ്ഞുമുണ്ട് ഇമ്മാനുവൽ. അവൾ അവന്റെ കൈ അവളുടെ വയറിന്മേൽ വെച്ച് ചിരിച്ചു. പതിയെ എസ്തേർ കണ്ണുകൾ അടച്ചു. എസ്തേർ, എഴുന്നേൽക്ക്! കണ്ണു തുറക്ക് എസ്തേർ! എന്നെ നോക്ക് എസ്തേർ! അവൻ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഉറക്കെ കരഞ്ഞു. എസ്തേർ!
ഏഥൻ ഗാർഡന്റെ ചുമതലകൾ വിസ്ഡം ചാരിറ്റിയെ ഏൽപ്പിച്ച് ഇമ്മാനുവൽ തിരിച്ച് ഇസ്രായേലിലേക്ക് ചെന്നു. അയാൾ മാനസികമായി അത്രയധികം തകർന്നു. തങ്ങളുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ മാത്രമുള്ള ഏഥൻ ഗാർഡനിൽ നിൽക്കുക എന്നത് ഇമ്മാനുവലിന് നിയന്ത്രിക്കുവാനാകാത്ത മനോവിഷമങ്ങൾക്കിടയാക്കി. ഇസ്രായേലിലെത്തിയ ഇമ്മാനുവലിനെ കാത്ത് ഇരുണ്ട ഭൂമിയിലുള്ളവർ പകയോടെയിരുന്നു. ഇമ്മാനുവൽ തങ്ങളുടെ ശത്രുക്കളുടെ രാജ്ഞിയെ കൊന്നതിൽ ഏഥൻ ഫാമിലി സന്തോഷിച്ചു. ഇമ്മാനുവൽ തിരിച്ചെത്തിയ അന്ന് രാത്രി അതിന്റെ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ ഇമ്മാനുവൽ ഇറങ്ങിച്ചെന്ന് വിശാലമായ ഹാളിൽ എല്ലാവരും നോക്കി നിൽക്കെ എല്ലാം വലിച്ചെറിഞ്ഞു. ഇമ്മാനുവൽ, നീ എന്താണ് ഈ കാണിക്കുന്നത്? അവന്റെ അബ്ബ അവന്റെ കൈ പിടിച്ചു ചോദിച്ചു. ഇന്ന് നമ്മൾ ആഘോഷിക്കേണ്ട ദിവസമാണ്. എന്റെ മകൻ വിശുദ്ധ ഏഥൻ അവന്റെ കടമകളിൽ ഒന്ന് നിർവഹിച്ചിരിക്കുന്നു. ഇല്ല! ഇമ്മാനുവൽ അലറി. നിങ്ങൾക്കൊക്കെ എസ്തേർ ഇരുണ്ട ഭൂമിയിലെ രാജ്ഞി മാത്രമാ. എനിക്ക് അവൾ എന്റെ ജീവനായിരുന്നു, എന്റെ പ്രണയമായിരുന്നു, എന്റെ കുഞ്ഞിന്റെ അമ്മ കൂടിയായിരുന്നു. അവൾ മരിച്ചത് ഇവിടെ ഒരാളും ആഘോഷിക്കുന്നില്ല. പാപിയാ ഞാൻ. ഒരു ജീവൻ രക്ഷിക്കാൻ ഈ കൈകൊണ്ട് എനിക്ക് നഷ്ടമായത് എന്റെ എസ്തേറും എന്റെ കുഞ്ഞുമാണ്. ഇമ്മാനുവൽ അടുത്തു നിന്ന തൂണിന്മേൽ കൈകൊണ്ടിടിച്ചു. കയ്യിൽ നിന്ന് ചോര വന്നിട്ടും അവൻ നിർത്തിയില്ല. മെലേക്ക്! തോബിയാസ് ഓടി വന്ന് അവന്റെ കൈ പിടിച്ചു. വിട് തോബിയാസ്! ആ വെള്ള തുണിയിൽ അവന്റെ രക്തം പറ്റിയിരുന്നു. നിങ്ങൾ ആഘോഷിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ മരണം കൂടാ. അവൻ എല്ലാവരെയും നോക്കി. എന്റെ നഷ്ടങ്ങൾ, അതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകില്ല അബ്ബ. അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് പോകണം. ഇമ്മാനുവൽ! അബ്ബ വിളിച്ചു. അതെ, ഇമ്മാനുവൽ തന്നെ. ഇമ്മാനുവൽ ഏഥൻ. ഞാൻ നിങ്ങളുടെ രാജാവ് പറയുന്നു. എന്റെ കൺമുന്നിൽ ഒരാളും കാണരുത്. ഒരാളും എന്റെ എസ്തറിന്റെ മരണം ആഘോഷിക്കരുത്. ഇതെന്റെ ആജ്ഞ. അവൻ തന്നെ മുറിയിലേക്ക് പോയി. അവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇമ്മാനുവൽ മുറിയിൽ തന്നെയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ അവൻ കൊണ്ടുവന്ന എസ്തേറിന്റെ പെട്ടിയിലെ വസ്തുക്കൾ തിരിച്ചും മറിച്ചും നോക്കി, അവളെക്കുറിച്ചെഴുതി ഫോട്ടോകൾ നോക്കി ദിവസങ്ങൾ തള്ളിമാറ്റി. ഏഥൻ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളിലും ഇമ്മാനുവൽ ഇടപെട്ടില്ല. തന്റെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം ഏഥൻ കുടുംബമാണെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും എസ്തേറിന്റെ ഓർമ്മകളിൽ ഇമ്മാനുവൽ സ്വയം നീറി. ഒരുമിച്ചുള്ള നിമിഷങ്ങളെല്ലാം മനസ്സിൽ തികട്ടി വരുന്ന നേരങ്ങളിൽ ഇമ്മാനുവൽ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറും. വിഷമങ്ങളുടെയും നഷ്ടങ്ങളുടെയും കെട്ടഴിഞ്ഞത് അന്നായിരുന്നു. അവന്റെ അബ്ബ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ഇല്ലെന്ന് തലയാട്ടി. ഇമ്മാനുവൽ, നീ ഏഥനാണ്, വിശുദ്ധ ഏഥൻ. നിയമങ്ങൾ പാലിച്ചേ കഴിയൂ നിനക്ക്. ഇല്ല, ശിക്ഷ കഠിനമായിരിക്കും. ഞാൻ സഹിച്ചോളാം, ഇമ്മാനുവൽ പറഞ്ഞു. വിശുദ്ധ ഏഥൻ ഒരു ജൂത പെൺകുട്ടിയെ വിവാഹം ചെയ്യണം. കുഞ്ഞുങ്ങളുണ്ടാകണം. ഇമ്മാനുവൽ, ഈ കുടുംബം മുരടിച്ച് പോകരുത് നീ കാരണം. മതി, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ട്, എസ്തേർ. വേറെ ആരും വേണ്ട. വേണം, അബ്ബ ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇമ്മാനുവൽ മുറിയിലെ എല്ലാം തട്ടിമാറ്റി. വേണ്ട! മെലേക്ക്! തോബിയാസ് അവിടേക്ക് വന്നു. നിലത്ത് വീണു പൊട്ടിയ ചില്ലു കഷ്ണങ്ങളെടുത്ത് ഇമ്മാനുവൽ അവന്റെ നെഞ്ചിൽ വരഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അവൻ ഉറക്കെ പറഞ്ഞു. ഇമ്മാനുവലിന്റെ മാനസിക നിലയിൽ പ്രശ്നമുണ്ടെന്ന് കരുതി അവന്റെ അബ്ബ ഡോക്ടറുടെ സഹായം തേടി. അങ്ങനെ ഇമ്മാനുവലിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറായിരുന്നു ഡോക്ടർ മിറ. ഡോക്ടർ മിറ ഇസ്രായേലിലെ തന്നെ മറ്റൊരു രാജകുടുംബത്തിലെ പെൺകുട്ടി. ഇരുണ്ട ഭൂമിയിൽ ജനിച്ചെങ്കിലും ഒരിക്കൽ പോലും മിറ സാത്താനെ പ്രാർത്ഥിച്ചിരുന്നില്ല. അവന്റെ വേദപുസ്തകം തൊട്ടിരുന്നില്ല. കർമ്മം കൊണ്ട് അവൾ രാജകുടുംബത്തിലേതായി. മിറയായിരുന്നു അവിടുന്ന് ഇമ്മാനുവലിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. ആ മുറിയിൽ തോബിയാസിന് പോലും വിലക്ക് മിറ ഏർപ്പെടുത്തി. മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ മിറയ്ക്കിഷ്ടം എസ്തേറിനെക്കുറിച്ച് ഇമ്മാനുവലിനെ ഓർമ്മിപ്പിക്കുവാനായിരുന്നു. എസ്തേറിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകാതെ മിറയോട് ഇമ്മാനുവൽ സംസാരിച്ചു. തോബിയാസിനെ പോലും മാറ്റി നിർത്തി ഇമ്മാനുവൽ മിറയോട് മാത്രം സംസാരിക്കുവാൻ തുടങ്ങി. എസ്തേറിനെക്കുറിച്ച് സംസാരിക്കുവാൻ കിട്ടുന്ന ഒരവസരവും അവൻ വേണ്ടെന്ന് വെച്ചില്ല. മാത്രവുമല്ല, എസ്തേറിനെക്കുറിച്ച് അവനോട് ചോദിക്കുന്ന ഒരാൾ മിറ മാത്രമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇമ്മാനുവൽ മിറയോട് മാത്രം സൗമ്യമായി സംസാരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അവർ മിറയുടെയും ഇമ്മാനുവലിന്റെയും വിവാഹകാര്യം സംസാരിച്ചു തുടങ്ങി. ഏഥൻ! മിറ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ ഡോക്ടർ? ബുക്കിൽ നിന്ന് മുഖമുയർത്തി അവൻ ചോദിച്ചു. താഴെ താങ്കളുടെയും എന്റെയും വിവാഹകാര്യം തീരുമാനിക്കുകയാണ്. എന്ത്? നമ്മുടെ വിവാഹമോ?
അതെ. ആരോട് ചോദിച്ചിട്ട്? ഇമ്മാനുവലിന്റെ ശബ്ദമുയർന്നു. ഇമ്മാനുവൽ താഴേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നാലെ മിറയും. താഴെ എല്ലാം പറഞ്ഞ് പരസ്പരം കൈ കൊടുക്കുന്ന ഇമ്മാനുവലിന്റെ അബ്ബയെയും മിറയുടെ അബ്ബയുമാണ്. പറ്റില്ലെന്ന് പറയാൻ മുന്നോട്ടാഞ്ഞ ഇമ്മാനുവലിന്റെ കൈ മിറ പിടിച്ചു. അരുത്, എന്റെ അബ്ബയോടും ഈമയോടും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. അവരെ അപമാനിക്കരുത്. മിറ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ഇമ്മാനുവൽ വരൂ, അവന്റെ അബ്ബ വിളിച്ചു. ഇതാണ് ഇമ്മാനുവൽ, ഞങ്ങൾക്കറിയാമല്ലോ. മിറയുടെ അബ്ബ അവനെ കൈ നീട്ടിയപ്പോൾ ഇമ്മാനുവൽ കൈ കൊടുത്തു. പെട്ടെന്ന് തന്നെ അവൻ മുറിയിലേക്ക് പോയി. പിന്നാലെ മിറയും. വേഗം തന്നെ നിന്റെ മാതാപിതാക്കളോട് പറയണം എനിക്ക് താല്പര്യമില്ല എന്ന്. ഏഥൻ, അതെന്താ താങ്കൾ വിവാഹം കഴിക്കാത്തത്? താങ്കൾ ഇങ്ങനെ വേദനിക്കുന്നത് എസ്തേറിന് സഹിക്കുമോ? നിനക്കറിയില്ലേ, ഞാൻ എൻ്റെ എസ്തേറിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എൻ്റെ ഭാര്യ അവളാണ്. ആ സ്ഥാനം നിനക്കെന്നല്ല ഒരു പെണ്ണിന് ഞാൻ കൊടുക്കില്ല. എൻ്റെ മനസ്സിൽ ഒരൊറ്റ പേരേ ഉള്ളൂ. ഇമ്മാനുവൽ ബാൽക്കണിയിലേക്ക് പോയി. പക്ഷേ അവന്റെ വാശികൾക്കപ്പുറമായിരുന്നു കാലം, സമ്മർദ്ദങ്ങൾ. താൻ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ആരെക്കാളുമേറെ ഇമ്മാനുവലിന് തന്നെ ബോധമുണ്ടായിരുന്നു. വീണ്ടും ഇമ്മാനുവലിന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങി. ഒരിടത്ത് എസ്തേർ, മറ്റൊരിടത്ത് നിയമങ്ങൾ. ഏഥൻ കുടുംബത്തിലെ എല്ലാവരും ഇമ്മാനുവലിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. തോബിയാസ് അടക്കം. തന്നെ ഏറെ അറിയാവുന്ന തോബിയാസ് പോലും എതിരെ നിന്നപ്പോൾ അയാൾ എല്ലാം കൊണ്ടും തകർന്നു. സ്വന്തമായി ഒരു അഭിപ്രായം പറയാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ അയാൾ കൂപ്പുകുത്തി. മരിച്ചു പോയിരുന്നെങ്കിൽ എന്നുപോലും ഇമ്മാനുവൽ ആശിച്ചു. മിറ ഒരിക്കലും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചില്ല. വിശുദ്ധ ഏഥന്റെ ഭാര്യ ആയാലുള്ള സൗഭാഗ്യങ്ങളായിരുന്നു അവളുടെ മനസ്സിലെങ്കിലും ആരെയും അവൾ അത് അറിയിച്ചില്ല. ഇമ്മാനുവൽ മദ്യത്തിൽ അഭയം കണ്ടെത്തി തുടങ്ങി. അവസാനം ആ വിവാഹം നടന്നു. മിറായുടെ ആഗ്രഹം പോലെ അവൻ വിശുദ്ധ ഏഥന്റെ ഭാര്യയായി. പക്ഷേ ഇമ്മാനുവൽ അവളെ സ്നേഹിച്ചില്ല. അപ്പോഴെല്ലാം അവന്റെ മനസ്സിൽ എസ്തേർ മാത്രമായിരുന്നു. ഏഥൻ കുടുംബം ദൈവപുത്രനായി മുറവിളി കൂട്ടിത്തുടങ്ങി. ഇമ്മാനുവലിന്റെ ജീവിതത്തിൽ എഴുതിയിട്ടത് എങ്ങനെയോ അങ്ങനെ തന്നെ പോയി. ഒരിക്കലും തന്നെ ഇമ്മാനുവൽ സ്നേഹിക്കില്ല എന്ന് മിറയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ അവൾ എസ്തേറിനെ പഴിച്ചു, ശപിച്ചു. ഇമ്മാനുവൽ? ഉറക്കത്തിൽ അവൻ എസ്തേറിനെ കണ്ടു. ഒരുപാട് സഹിക്കുന്നു അല്ലേ? എല്ലാം വിട്ടെറിഞ്ഞു പോകൂ. താങ്കൾ ഇങ്ങനെ ഉരുകുന്നത് എനിക്ക് സഹിക്കുന്നില്ല ഇമ്മാനുവൽ. ചുറ്റുമുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്ത് ആ നരകത്തിൽ നിന്ന് പോകൂ. പോകാം എസ്തേർ. അവൻ കണ്ണുകൾ തുറന്നു. ദൈവപുത്രന് മുറവിളി കൂട്ടിയവർക്കായി മിറ ഗർഭിണിയായതിനു ശേഷം ഇമ്മാനുവൽ അവളോട് കാണിക്കുന്ന വെറുപ്പിന്റെ അളവ് കുറഞ്ഞു. പക്ഷേ ഏഥൻ കുടുംബത്തിന് വേണ്ട പുത്രനെ നൽകിയെങ്കിലും അത് ദൈവപുത്രനായിരുന്നില്ല. ഇമ്മാനുവലിന്റെ സ്വഭാവവും ദൈവത്തിന് ദൈവപുത്രനെ ജനിക്കൂ എന്ന വാക്കുകളും മിറയുടെ ഉള്ളിൽ വെറുപ്പുളവാക്കി. അവൾ ആത്മഹത്യ ചെയ്തു. അതോടെ ഇമ്മാനുവൽ ഒന്നുകൂടി തകർന്നു. കുഞ്ഞിനെ അവിടെയുള്ളവരെ ഏൽപ്പിച്ചു പോകാൻ നേരം ഇമ്മാനുവൽ ചെന്നത് ഏഥൻ കുടുംബത്തിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധമായ നിയമങ്ങളിരിക്കുന്ന മുറിയിലേക്കായിരുന്നു. അവൻ അതെല്ലാം എടുത്ത് ഹാളിലേക്ക് വന്നു. ഇമ്മാനുവൽ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിച്ച നിയമങ്ങളാണിത്. എനിക്ക് ശേഷം ജനിക്കുന്ന ഒരു വിശുദ്ധനും എന്റെ അവസ്ഥ ഉണ്ടാകരുത്. ഞാനിത് കത്തിക്കുകയാണ്. അവൻ അതെല്ലാം തീയിട്ട് നശിപ്പിച്ചു. ഞാൻ പോവുകയാണ്. മേലേക്ക്! തോബിയാസ് പിന്നാലെ ഓടി. വേണ്ട, എനിക്ക് പിന്നാലെ വരരുത് തോബിയാസ്. ഇതേ വേദപുസ്തകങ്ങൾക്കൊപ്പം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ മോതിരം ഏതെങ്കിലും കടലിൽ കൊണ്ടുചെന്നെറിഞ്ഞ് ഈ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ നിന്റെ വംശവും ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇമ്മാനുവൽ അവിടെ നിന്നിറങ്ങി നടന്നു. ഹെബ്രോൻ കുന്നിന്റെ താഴ്വരയിൽ മരുന്ന് ചെടികൾക്കിടയിൽ അയാളിരുന്നു. ആരോ വരുന്ന കാലൊച്ച കേട്ട് ഇമ്മാനുവൽ മുഖമുയർത്തി നോക്കി. വയസ്സായ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ കയ്യിൽ എസ്തേറിന്റെ കുഞ്ഞു കൊട്ടയുണ്ടായിരുന്നു. അവർ ആ കുന്നിറങ്ങുവാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഇമ്മാനുവൽ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്ന് കൈപിടിച്ചിറക്കി. താങ്കളുടെ പേരെന്താണ്? അവർ ചോദിച്ചു. ഇമ്മാനുവൽ ഏഥൻ. ആ പേര് കേട്ടതും അവരുടെ മുഖം മാറി. എന്റെ കുഞ്ഞിനെ കൊന്നല്ലേ? അവർ ചോദിച്ചു. ഞാൻ വേണമെന്ന് വെച്ചല്ല. എന്റെ ഈ നശിച്ച കൈകൾ കൊണ്ട് സംഭവിച്ചു പോയി. എനിക്കറിയില്ലായിരുന്നു അവൾ ഇരുണ്ട ഭൂമിയിലെ പെൺകുട്ടിയായിരുന്നെന്ന്. അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ അവളെ മാത്രമേ സ്നേഹിക്കൂ. ഞാൻ സ്നേഹിച്ചത് എസ്തേറിനെ മാത്രമാണ്. അവൻ കരഞ്ഞു. കരയരുത്. എസ്തേർ ഇരുണ്ട ഭൂമിയിലേതല്ല ജന്മം കൊണ്ട്. ഒരു രാജകുടുംബത്തിൽ ജനിച്ചതാ അവൾ.
തട്ടിക്കൊണ്ടുവന്നതാ. പാവമായിരുന്നു. ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അവൾ പോയ ശേഷം ഈ കുന്നുകയറി ഞാൻ വരും മരുന്നില പറിക്കാൻ. പക്ഷേ അതൊന്നും അവൾ കൊണ്ടുവന്ന് തരുന്നത് പോലെ ആയിരുന്നില്ല. ഒരു കുറവുമില്ലായിരുന്നു. ഇമ്മാനുവൽ അവർക്ക് ഇലകൾ പറിച്ചു കൊടുത്തു. അവർ അതും കൊണ്ടുപോയി. രാത്രിയായപ്പോൾ അവൻ ഹെബ്രോൻ കുന്നുകയറി മുകളിലെത്തി. ആകാശത്തേക്ക് നോക്കി നിന്നു. ചന്ദ്രനെ മേഘങ്ങൾ മറച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് മേഘങ്ങൾ ചന്ദ്രനെ വിട്ടുമാറി. പൂർണ്ണ ചന്ദ്രൻ ഇമ്മാനുവലിനെ നോക്കി നിന്നു. ഇന്ന് പൗർണമിയാണല്ലേ? എന്റെ എസ്തേർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ കുന്നിൽ വെച്ച് പൂർണ്ണചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാൽ നടക്കുമെങ്കിൽ ഏതൻ കുടുംബത്തിൽ വിശുദ്ധ ഏതനായി ജനിച്ച എന്റെ ജനതയുടെ ദൈവത്തിന്റെ പ്രതിപുരുഷനായ ഞാൻ ഇതാ കൈകൂപ്പുന്നു. ഒരു ജന്മമെങ്കിലും എനിക്കും എന്റെ എസ്തേറിനും തന്നുകൂടെ? ഓർമ്മ വെച്ചതു മുതൽ പരസ്പരം കണ്ടു വളർന്ന് സ്നേഹിച്ച് ഒന്നായി ഒരുമിച്ച് മരിക്കാൻ ഇനിയും ഒരു ജന്മം ഞങ്ങൾക്ക് തന്നുകൂടെ? ഇമ്മാനുവൽ. വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. എസ്തേർ അവനെ നോക്കി ചിരിച്ചു. ഇമ്മാനുവൽ ആ കുന്നിന്റെ മുകളിലൂടെ അവളുടെ അടുത്തേക്ക് ചെന്നു. പോകാം ഇമ്മാനുവൽ, അവൾ പറഞ്ഞു. പോകാം. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. മറിയം ആ ബുക്ക് മടക്കി വെച്ച് ബാൽക്കണിയിൽ ചെന്ന് ഹെബ്രോൻ കുന്ന് നോക്കി നിന്നു. അവൾ മൊബൈൽ നോക്കി. ഇന്ത്യൻ ടൈം 11:45. 12 മണി, ഡിസംബർ 25. ദാവീദിന്റെ ബർത്ത്ഡേ. എന്നും ആദ്യം വിഷ് ചെയ്യുക ഞാനായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും അവൻ്റെ ഒപ്പം ഉണ്ടാകാറുണ്ട്. ഇന്ന് ഞാനില്ല, എൻ്റെ വിഷുമില്ല. അതിനെല്ലാം പുതിയ ആൾ വന്നു. മറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഏതൻ ഗാർഡനിൽ തന്റെ മുറിയിൽ തനിച്ചിരിക്കുകയായിരുന്നു ദാവീദ്. ഹാളിൽ റിബേക്കയും ദാവീദിന്റെ മറ്റു ഫ്രണ്ട്സും ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഒരുക്കത്തിലായിരുന്നു. ആര്യൻ അതിൽ നിന്നെല്ലാം മാറി നിന്നു. ദാവീദ് ഫോൺ ഓൺ ചെയ്ത് മറിയത്തിന്റെ വിളിക്കായി കാത്തിരുന്നു. മറിയം ഫോൺ പിടിച്ച് ബാൽക്കണിയിൽ നിന്നു. ദാവീദ് ക്ലോക്കിലേക്ക് നോക്കി. കോൾ മീ, എന്നെ വിളിക്ക് മറിയം, പ്ലീസ്, ദാവീദ് പറഞ്ഞു. ക്ലോക്കിൽ കൃത്യം സമയം 12 അടിച്ചതും ദാവീദും മറിയവും ഫോണിൽ നോക്കി. മറിയം ഫോൺ മുറുകെ പിടിച്ചു. ദാവീദ് ഫോൺ കയ്യിലെടുത്ത് പിടിച്ച് അതിലേക്ക് നോക്കി. ഹാളിലുള്ളവർ വന്ന് ദാവീദിന്റെ റൂമിന്റെ വാതിലിൽ തട്ടി. ദാവീദ് വാതിൽ തുറന്നില്ല. ഒരാളുടെ കോളും മെസ്സേജും ദാവീദ് തുറന്നു നോക്കിയില്ല. മറിയം ഫോണിൽ ദാവീദിന്റെ നമ്പർ എടുത്ത് അതിലേക്ക് നോക്കി നിന്നു. ദാവീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. വിളിക്ക് മറിയം, പ്ലീസ്. ഫോൺ റിങ് ചെയ്തപ്പോൾ ദാവീദ് നോക്കി. പഗ് കോളിംഗ്. ഹലോ. അവൻ കോൾ എടുത്തു. ഹാപ്പി ബർത്ത്ഡേ ദാവി. അവന് എന്തു പറയണമെന്നറിയാതെ അവൻ ചിരിച്ചു. അപ്പോഴേക്കും മറിയം ഫോൺ കട്ട് ചെയ്തു. ഡോറിൽ വീണ്ടും തട്ടുന്നത് കേട്ട് കണ്ണു തുടച്ച് അവൻ ചെന്ന് ഡോറ് തുറന്നു. ഹാപ്പി ബർത്ത്ഡേ ദാവി. റിബേക്ക കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. ഹാപ്പി ബർത്ത്ഡേ. ഫ്രണ്ട്സ് എല്ലാം അവനെ വിഷ് ചെയ്തു. താങ്ക്സ്. അവൻ എല്ലാവരെയും നോക്കി. എല്ലാവർക്കും പിന്നിൽ അവന്റെ അബ്ബയും അമ്മയും ആര്യനും നിൽക്കുന്നുണ്ടായിരുന്നു. ദാവീദ് അവരുടെ അടുത്തേക്ക് ചെന്നു. ഹാപ്പി ബർത്ത്ഡേ. നഥാനും കാദറിനും ഒരുമിച്ച് പറഞ്ഞു. അവൻ അബ്ബയെയും അമ്മയും കെട്ടിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ദാവി. ആര്യൻ അവനെ കെട്ടിപ്പിടിച്ചു. കേക്ക് മുറിച്ച് അവൻ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ആഘോഷത്തിലായിരുന്നു. റിബേക്ക ദാവീദിന് സമ്മാനം കൊടുത്തു. മറിയം ബെഡിലിരിക്കുന്ന ദാവീദിന് വാങ്ങിയ സമ്മാനമെടുത്ത് അലമാരിയിൽ വെച്ചു. ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. ദാവീദ്, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. സോ ഈ ലോകത്ത് ഇത്രയും കാലം നീ കണ്ടവരിൽ നിനക്കേറെ ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് പറയേ. അവന്റെ ഫ്രണ്ട് പറഞ്ഞു. ഉറപ്പല്ലേ, അത് റിബേക്ക തന്നെ, ഒരു പെൺകുട്ടി പറഞ്ഞു. പറയേ ദാവി, എല്ലാവരും നിർബന്ധിച്ചു. എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ കൂടെ ഉണ്ടാകാറുള്ള ഒരാളെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മറിയത്തെ. അത് കേട്ടപ്പോൾ ആര്യന്റെ മുഖം തെളിഞ്ഞു. റിബേക്കയുടെ ചിരി മാഞ്ഞു. എൻ്റെ പഗ്, എന്നെ ആദ്യം വിഷ് ചെയ്യുക അവളാ, എൻ്റെ നിഴൽ. ഐ മിസ് യു. മതി ദാവി, നീ ഒരു പാട്ട് പാട്, റിബേക്ക പറഞ്ഞു. യെസ്, ദാവി പാടണം പാടണം, എല്ലാവരും ഉറക്കെ പറഞ്ഞു. ആര്യൻ മറിയത്തിന് മെസ്സേജ് അയച്ചു. ദാവി പാടുന്നത് കേൾക്കണോ? വേണം, അവളുടെ മറുപടി വന്നു. ആര്യൻ മറിയത്തിനെ വിളിച്ച് ഫോൺ മേശമേൽ വെച്ചു. നിനക്കായി ഞാൻ പാട്ടു പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ,
നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ. നീ എൻ്റെ സ്വപ്നമല്ലേ, നീ എൻ്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ എൻ്റെ പൂന്തളിരല്ലേ, പൂത്തരാവല്ലേ എൻ്റെ പൂന്തളിരല്ലേ. കാത്തു നിന്ന ഈ മരത്തണലിൽ നനവായൊരോർമ്മ പൂക്കൾ തന്നവളേ. പെയ്തൊഴിഞ്ഞ തൂനിലാമഴയിൽ നിറമൗനമോടെ നടന്നകന്നവളേ. നീ മറന്നുവോ എൻ്റെ ആത്മനൊമ്പരം, നീ മറന്നുവോ എന്നെ, നീ മറന്നു.